മർത്തോമ സഭ മല്ലപ്പള്ളി വെസ്റ്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സർവീസ് നടത്തി. 12 പള്ളികളിൽ നിന്നുള്ള ഗായക സംഘങ്ങളാണ് കരോൾ സർവീസിൽ പങ്കെടുത്തത്. ക്രിസ്തുമസിന്റെ വരവ് അറിയിച്ച് മർത്തോമ സഭയിലെ വനിതകൾ ഒന്നിച്ച ക്രിസ്തുമസ് കരോൾ ആണ് ശ്രദ്ധേയമായത്. മർത്തോമ സഭ മല്ലപ്പള്ളി വെസ്റ്റ് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് കരോൾ സർവീസാണ് ആശ്രയ വയോജന ഹോമിൽ വെച്ച് നടന്നത്. 12 പള്ളികളിൽ നിന്നുള്ള ഗായക സംഘങ്ങൾ മനോഹരങ്ങളായ ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ചു. 200-ൽ പരം വനിതകൾ പങ്കെടുത്ത ഈ കരോൾ മല്ലപ്പള്ളിയിലെ ക്രിസ്മസ് കരോളിന്റെ തുടക്കം കൂടിയായിരുന്നു. വിവിധ പള്ളികളിൽ നിന്ന് എത്തിയ സേവ്യ സംഘങ്ങൾ അവതരിപ്പിച്ച ക്രിസ്മസ് ഗാനങ്ങളിൽ നിന്ന്
സജീവ് തോമസ് ക്രിസ്മസ് കരോൾ സർവീസിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. റവറൻ ജോജി തോമസ് ആമുഖ പ്രസംഗം നടത്തി. മലപ്പുഴ വെസ്റ്റ് സെന്റർ സേവ്യ സംഘത്തിലെ അംഗങ്ങൾ എല്ലാ വർഷവും ഈ ആശ്രയായ പ്രകാരം ഒരുമിച്ച് കൂടി വരുന്നതായ പതിവ് ഉണ്ടല്ലോ. ഈ വർഷവും ദൈവതമ്പുരാൻ അതിന് സഹായിച്ച വഴികളെ നന്ദിയോടെ ഓർക്കുകയാണ്. റവറൻ ബ്ലസൻ ജോർജ് ക്രിസ്തുമസ് സന്ദേശം നൽകി. പലപ്പോഴും ക്രിസ്മസിനെ കുറിച്ച് വരുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ചിന്താഗതികളിൽ നിന്നൊക്കെ നമ്മൾ ഇന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വളരെ വേദനകരമായ അനുഭവമാണ്. എന്താണ് ക്രിസ്മസിന്റെ സൈൻ ആൻഡ് സിംബൽസ്, അല്ലെ? എന്താണ് ക്രിസ്മസിന്റെ അടയാളങ്ങൾ? ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നുണ്ട്, നിങ്ങൾക്ക് അടയാളമോ? എന്താ അടയാളം? ഇവിടെ പറയുന്നുണ്ട്, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇവിടെ ക്രിസ്മസിന്റെ അടയാളം എന്ന് പറയുന്നത് പശുത്തൊട്ടിയെ ഓർക്കുന്നതും കാലിത്തൊഴുത്തിന്റെ സ്മരണ ഉണ്ടാകുന്നതും കീർത്തിശീലയെ സ്മരിക്കുന്നതുമാകണം. അതാണ് സൈൻ ആൻഡ് സിംബൽ ഓഫ് ക്രിസ്മസ് എന്ന് പറയുന്നത്. റവറൻ കുര്യൻ തോമസ്, റവറൻ തോമസ് ഈശോ, റവറൻ MJ തോമസ് കുട്ടി, റവറൻ ഉമ്മൻ പി ജോൺ, റവറൻ സുനിൽ ജോർജ് മാത്യു, റവറൻ ആൽവിൻ അലക്സാണ്ടർ, സുനി ജിജി, മറിയാമ്മ വിൽസൺ, സുജ ജോഷി എന്നിവർ നേതൃത്വം നൽകി.